സ്വാമി ശരണം. ഞാൻ രഞ്ജിത്ത് രാമനാരായണൻ, പാലക്കാടാണ്. ഇന്ന് കേരളത്തിലെ ഒരു ചർച്ചാ വിഷയം എന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിൽ കയറുമ്പോൾ പുരുഷന്മാർ മേൽവസ്ത്രം ധരിക്കണോ വേണ്ടയോ എന്നുള്ള അതാണ്. സത്യത്തിൽ നമ്മൾ ഇതെന്താണ് അതിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഒരു ദേശത്തിലെ ദേവൻ എന്ന് വെച്ചാൽ ആ നാട് ഭരിക്കുന്ന രാജാവ് അല്ലെങ്കിൽ നാടിൻ്റെ രാജാവ്, ചക്രവർത്തി എന്ന സ്ഥാനമാണ്. അവിടുത്തെ ജനങ്ങൾ ആ ദേവൻ്റെ ഭക്തരായിട്ടുള്ള ദാസന്മാർ എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതിയോടുകൂടിയാണ് നമ്മൾ ശരിക്കും ആ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ദേവനെ നമ്മൾ രാജകീയ ഭക്തിയോടുകൂടെ, രാജകീയ ബഹുമാനത്തോടുകൂടെയാണ് നമ്മൾ ആ ദേവനെ തൊഴാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മേൽവസ്ത്രം ധരിച്ച് ഇടുപ്പിൽ കെട്ടുന്നതും അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരുതി വെക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഈ പൂണൂല് കാണാനൊന്നുമല്ല, അതൊരു സവർണ മേധാവിത്വം എന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ആരും ബ്രാഹ്മണനായിട്ട് ജനിക്കണമൊന്നുമില്ല. ജന്മനാ ജായതേ ശൂദ്ര, ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രമാണ്. കർമ്മണേ ദ്വിജ, ഒരാളുടെ കർമ്മമാണ് അയാളുടെ ബ്രാഹ്മണൻ അല്ലെങ്കിൽ ദ്വിജത്വം ഉണ്ടാക്കുന്നത്. വേദപാരായണോ വിപ്ര, വേദങ്ങൾ പാരായണം ചെയ്യുന്നതും അയാൾക്ക് ബ്രാഹ്മണസ്ഥാനമാണ്. ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയുക. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരുടെ ഉള്ളിലൊക്കെയാണോ സ്നേഹവും മനുഷ്യത്വവും ഒക്കെ ഉള്ളത്, ആരാണോ ഒരു മനുഷ്യനെ തിരിച്ചറിയുന്നത്, അവരൊക്കെ ഈശ്വരനെ അറിയുന്നവരാണ്. അല്ലാതെ അമ്പലത്തിൽ പോയിട്ട് ഇതാകുന്നത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെ ശരിക്കും ഈശ്വര ചൈതന്യം ഉള്ളവരെ, ബ്രാഹ്മണ്യം അനുഷ്ഠിക്കുന്നവരെ അല്ലെങ്കിൽ ബ്രഹ്മത്വം ഉള്ളവർ തന്നെയാണ്. ആരും ബ്രാഹ്മണനായിട്ട് ജനിക്കണോ മരിക്കണോ ഒന്നുമില്ല കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പുരുഷൻ്റെ അഭിമാനം അയാൾ ഒരാളുടെ മുന്നിൽ തലകുനിക്കുന്നവരെയാണ്. അയാളുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് അയാളുടെ വിരിഞ്ഞ മാറിലാണ്. ആ ദേവൻ്റെ ചൈതന്യം അദ്ദേഹത്തിൻ്റെ മാറിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അയാളുടെ അഭിമാനം പോലും ദേവൻ്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുമാണ് അദ്ദേഹം നമസ്കരിക്കുക. അതുകൊണ്ടാണ് പുരുഷൻ എപ്പോഴും ഇങ്ങനെ തൊഴുതുന്നത്. സ്ത്രീകളുടെ സൗന്ദര്യം അവരുടെ മുഖത്താണ്. അതുകൊണ്ട് തന്നെ അവരുടെ മാറ് മറച്ച് ആ ദേവചൈതന്യം മുഴുവൻ അവരുടെ മുഖത്ത് ആ ലക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടും ആ ദേവചൈതന്യം അവരുടെ മുഖങ്ങളിൽ പ്രസരിക്കാൻ വേണ്ടിയിട്ടുമാണ് സ്ത്രീകൾ മാറുമറിച്ച് അവർ തൊഴുതുന്നത്. ഇതിനെല്ലാം ശരിക്കും രാഷ്ട്രീയമായിട്ട് ചിത്രീകരിച്ചതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. പിന്നെ ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതിയുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മേൽശാന്തിമാർ, അവിടുത്തെ അമ്പലത്തിലെ ശാന്തിക്കാരായാലും നമുക്ക് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അവർക്ക് പാൻറ് ഷർട്ട് ഇട്ടിട്ട് പൂജ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അത് നമ്മുടെ കേരള സമ്പ്രദായ പ്രകാരം ഒരു തന്ത്രവിദ്യ അല്ലെങ്കിൽ താന്ത്രികം എന്ന് പറയുന്നത് ഒരു സമ്പ്രദായം നമ്മുടെ കേരളത്തിലാണ്. അതിനോടനുബന്ധിച്ചിട്ടൊക്കെയാണ് ഇത് നടത്തുന്നത്. തനോത് വിപുലവാൻ അർത്ഥ തന്ത്രമന്ത്ര സമന്വിത എന്ന് പറയും. നമ്മളുടെ കാരണം ദേവന് നമ്മൾ ഒരു ജീവൻ കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ അംഗങ്ങളും ഈ പൂജയിൽ ന്യസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു ജീവനുള്ള ഒരു കുഞ്ഞിനെ പോലെയാണ് ആ ദേവൻ അല്ലെങ്കിൽ ആ തന്ത്രി പൂജിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ആ ദേവനെ ഒരു രാജാവായിട്ടാണ് തൊഴുതുന്നത്. അതിൻ്റെ ഒരു ഭയഭക്തി മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ മേൽവസ്ത്രം ധരിച്ച് പോകരുത് എന്ന് പറയുന്നത്. അത് പിന്നെ ഒരു ക്ഷേത്രം തന്ത്രി പറയാണ്, ഇന്നാളെ ഇവിടെ എൻ്റെ അമ്പലത്തിൽ ഈ ഞാൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ ആർക്ക് വേണമെങ്കിലും ഷർട്ട് ധരിച്ചിട്ട് വരാം എന്ന് തീരുമാനിച്ചാൽ അതിൽ മാറ്റി പറയാൻ ആർക്കും അവകാശമില്ല. കാരണം അത് തന്ത്രിയുടെ തീരുമാനമാണ്. ആ തന്ത്രിയാണ് ജീവൻ കൊടുക്കുന്നത്. അപ്പം ആ തന്ത്രി എന്ത് അനുശാസിക്കുന്നോ, അത് എന്താണോ പറയുന്നത്, തന്ത്രി എന്താണോ തീരുമാനിക്കുക, അതിനെ സംബന്ധിച്ചും അതിൽ മാറ്റം വരാം. അല്ലാതെ ഇതിൽ യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ അതിൻ്റെ ശരിയായിട്ടുള്ള ഇത് ഒരർത്ഥം അല്ലെങ്കിൽ ഒരു ഭാവം എന്ന് വെച്ചാൽ, നമ്മൾ ദേവനെ രാജാവായി കണ്ട് പോയി തൊഴുത്, അല്ലെങ്കിൽ ഭയഭക്തി. ഇന്നും തമിഴ്നാട്ടിൽ തമിഴ് ഭാഗ നാട്ടിലൊക്കെ പോയവർ ചില സ്ത്രീകൾ പ്രസാദം വാങ്ങുന്നത് അവരുടെ സാരിയുടെ തുമ്പ് ഇങ്ങനെ വെച്ചിട്ടായിരിക്കും വാങ്ങുന്നത്. അതൊരു കാരണം അവിടുത്തെ രാജാവിൽ നിന്ന് അവർ ധാന്യം വാങ്ങിച്ചതൊക്കെ അങ്ങനെയാണ്.
അത് അതിന്ന് തമിഴ്നാട്ടിൽ മാത്രമല്ല, നമുക്ക് നോർത്ത് ഇന്ത്യയിൽ പോയാലും സ്ത്രീകൾ അങ്ങനെ ഒന്ന് കാണാം. അപ്പോൾ ഇത് ഒരിക്കലും ഒരു രാഷ്ട്രീയമല്ല, ഒരു എന്താണ് ഹിന്ദുത്വമല്ല, ഒരു ബ്രാഹ്മണികമല്ല. ഇതൊരു ഭക്തൻ ദേവന് കൊടുക്കുന്ന മര്യാദയുടെ ഭാഗം മാത്രമാണ്. സ്വാമി ശരണം.